നമ്മളിപ്പോൾ ഉള്ളത് ഷിജുക്കുട്ടൻ്റെയും ഷിജുക്കുട്ടൻ്റെ അമ്മാവൻ കബീർക്കയുടെയും കൂടെയാണ്. കുക്കിംഗ് പറഞ്ഞ അവൻ ഏത് അർദ്ധരാത്രിയാണെങ്കിലും റെഡിയാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിക്കാൻ കിട്ടുമല്ലോ. ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മ അവിടെ മുതലെടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും ക്ഷമന്റെ അറ്റം കണ്ടവരാ. അങ്ങനെ 1 മണിക്കൊക്കെ പോയി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആരും വിളിച്ചാരും 1 മണിയായി ആരും എണിക്കുന്നത്. വീട്ടിലെ എല്ലാ പണികളും ഉൾപ്പെടുത്തണം. അപ്പൊ അതിലൂടെ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അവർക്ക് മൂളിപ്പാട്ട് വരും, മാമാനും ഉമ്മ വെക്കും. ചൂട് ആളുകൾ കുറച്ച് അറിയണം പറഞ്ഞിട്ടാണ് അങ്ങനെ യൂട്യൂബ് തുടങ്ങിയത്. അല്ലാണ്ട് അതിന്റെ വരുമാനമോ വേറെ ഉദ്ദേശങ്ങളൊന്നും അല്ല. ഷിജുക്കുട്ടനെ എങ്ങനെയെങ്കിലും മാറ്റി സാധാരണ ഒരു ആളുകളുടെ അത്രയായില്ലെങ്കിലും ആകുന്നത്ര അവനെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ്. ഷിജുക്കുട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള മധുരമൂറുന്ന മലായി ദൂത് നമുക്ക് എല്ലാവരും ടേസ്റ്റ് ചെയ്യാം. ഷിജു എടുത്ത് കൊടുക്ക്, ഏട്ടനിക്കൊന്ന് കൊടുക്ക്. ഏട്ടന് കൊടുക്ക്. സങ്കടത്തിന്റെ പിന്നാലെ നമ്മൾ പോയിട്ട് വരുള്ളൂ. നമുക്ക് വന്ന അവസ്ഥനെ നേരിടുക മാത്രമേ ഉള്ളൂ. ഷിജുക്കുട്ടാ വാ, നമുക്ക് മലായി ദൂത് ഉണ്ടാക്കുക. വാ. ഷിജു പഞ്ചസാര ഇട്, പഞ്ചസാര എടുത്തിട്. കാത്തിയിട്. നമ്മളിപ്പോൾ ഉള്ളത് ഷിജാസ് ഓട്ടിസം എന്നുള്ള യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ഷിജുക്കുട്ടൻ്റെയും ഷിജുക്കുട്ടൻ്റെ അമ്മാവൻ കബീർക്കയുടെയും കൂടെയാണ്. ഇവരിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസസിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള 2 പേരാണ്. നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റാവുന്ന 2 ആൾക്കാർ. ഷിജുക്കുട്ടൻ്റെ ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ളത് കുക്കിംഗ് വീഡിയോസാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് വ്ളോഗിലാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി പഞ്ചസാര ഇട്ടു. ഇപ്പം എന്താ നോക്കുന്നത്? ഷിജു മണം നോക്കുകയാണ്. അവനക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷിജുവിന് കുക്കിംഗ് ആണ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായ അത് പറഞ്ഞാൽ അവനിക്ക് ഇങ്ങനെ കഴിക്കാൻ പൊതുവെ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അവനിക്ക് താല്പര്യം ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിക്കാൻ കിട്ടുമല്ലോ. ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മ അവിടെ മുതലെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ ഇവര് ആദ്യം ഭയങ്കര ഒന്നിനും സഹകരിക്കില്ല. അപ്പൊ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇത് പിടിപ്പിക്കും അവനെ കൊണ്ട്, അതേമാതിരി ഇളപ്പിക്കും, പിന്നെ അങ്ങനെ മണം നോക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാ ഭാഗവും വർക്ക് ചെയ്യും. അങ്ങനെ ഓട്ടിസം കുട്ടികൾക്ക് പൊതുവെ എല്ലാ കാര്യവും ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരേ കയ്യും ഇതൊന്നും ഒപ്പം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇവരിന് എന്താ നമ്മൾ അധികം ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ പണികളും, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവനെ കൊണ്ടാകണ മാതിരി, വലിയ കുട്ടികളാണെങ്കിൽ അവനെ കൊണ്ടാകണ മാതിരി നമ്മൾ ചെറിയ രീതിയിൽ എല്ലാ പണികളിലും വീട്ടിലെ എല്ലാ പണികളും ഉൾപ്പെടുത്തണം. അപ്പോൾ അതിലൂടെ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ല്, ചൂട്, ഇതെല്ലാം അവർക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണ് നിറയെ കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ പരിശീലനം അതാ പറയുന്നത്. അവർക്ക് 1, 2, 3 പഠിപ്പിച്ചിരുന്നും അതൊരു ഭാഗമാണെങ്കിലും നമ്മ വീട്ടിലുള്ള എല്ലാ പ്രവർത്തികളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ ഇപ്പോൾ ഇതിന്റെ പേര് ഇപ്പോൾ ഇതെന്താ പഞ്ചസാര അവനെടുത്തിട്ടല്ലോ. അതെ. അപ്പൊ അതിന്റെ പേരുകൾ അതിൽ പഠിപ്പിക്കും, അതിന്റെ സ്മെല്ലുകൾ, കളറ്, ഇതെല്ലാം പഠിപ്പിക്കും നമ്മൾ. അങ്ങനെയാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ പക്ഷെ നമ്മൾ സാധാരണ ആളുകൾക്ക് പോലും അങ്ങനെ എളുപ്പത്തിൽ പറ്റാത്ത ഒരു ഏരിയയാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. കാരണം അത്രയധികം ക്ഷമ വേണം. അപ്പൊ ഷിജുക്കുട്ടൻ തന്നെ ഓരോരോ കമന്റ്സും ഇപ്പൊ 1,00,000 തവണയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഷിജു ഒരു കാര്യം ചെയ്യുന്നത്. അത്രയധികം ക്ഷമ വേണമല്ലോ. അപ്പൊ ഈ കുക്കിങ്ങിലേക്ക് മാത്രം വരുമ്പോ ഷിജുവിനുള്ള ക്ഷമയുടെ അളവ് അങ്ങനെ. കുക്കിങ്ങിന്റെ അവിടെ ഷിജു എല്ലാത്തിനും സഹകരിക്കും. ബാക്കി കാര്യത്തിന് സഹകരിച്ചില്ലെങ്കിൽ കുക്കിങ്ങിന്റെ അവിടെ എല്ലാത്തിനും അവൻ സഹകരിക്കും. അങ്ങനെയാണ്. കുക്കിംഗ് പറഞ്ഞ അവൻ ഏത് അർദ്ധരാത്രിയാണെങ്കിലും റെഡിയാണ്. അവനിക്ക് കഴിക്കാൻ കണ്ട ചൂട്ടോടെ കഴിക്കുകയും ചെയ്യും. വന്നപ്പോ പാടുന്നുണ്ട്. നമ്മള് പാടാൻ പറഞ്ഞ അവനെ മൂളിപ്പാട്ടാ പാടുക. അവനിക്ക് വ്യക്തതയോടുകൂടി പാടാൻ അറിയില്ല. എല്ലാ പാട്ടുകളും അവനിക്ക് അറിയും. മറ്റേ പഞ്ചസാര കാരമലൈസ്. അതെ. അതൊരു സുമാർ കളറായി കഴിഞ്ഞാൽ പാലൊഴിക്കലാണ് പിന്നെ അടുത്തത്. അല്ല, പുതിയ ഇല വലിച്ച് കഴിക്കണവനെ. അവനിങ്ങനെ എല്ലാ ഇലയും കഴിക്കും. സ്മെല്ല് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. സ്മെല്ല് മനസ്സിലാക്കാൻ ഭയങ്കര കഴിവാണ്. നമ്മൾ ഷേക്കിൻ്റെ കൊടുത്താൽ അവൻ സ്മെല്ല് നോക്കും. എല്ലാ സ്മെല്ലും നോക്കും. എല്ലാ സ്മെല്ലും അവനക്ക് അറിയും, തിരിച്ചറിയും. ഇപ്പം സാധാരണ ആളുകളൊക്കെ യൂട്യൂബിന് ഒരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഷിജുവിനെ ഐഡന്റിഫൈ ചെയ്യണം. അതായത് യൂട്യൂബിൽ വീഡിയോസ് ചെയ്താൽ ഷിജുവിനെ പുറത്തു പോയിട്ട് ഐഡന്റിഫൈ ചെയ്യും, ആളുകൾ തിരിച്ചറിയും. അപ്പൊ ഷിജുവിന് വഴി തെറ്റില്ല എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ അങ്ങനെ ആരും ചിന്തിക്കൂല. ഭയങ്കര എഫക്റ്റീവ് ആണ്. ആ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത് ശരിക്കും? ഷിജു ഇവിടുന്ന് പുറത്തു പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ 4 ആൾ അവൻ അറിയണം. ആദ്യം കയ്യിലൊരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അടയാളം അഡ്രസ്സൊക്കെ ആയിട്ട്. അപ്പൊ അവൻ അത് എടുത്തിട്ടും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടൊക്കെ പുറത്തു പോകും. അപ്പൊ അവന് പുറത്തു പോയി അറിയില്ലല്ലോ ഇങ്ങനത്തെ കുട്ടികൾ. ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ സാധാരണ ആളുടെ മാതിരിയാണ്. പൈസ കൊടുത്ത് വാങ്ങാൻ അറിയില്ല. റോഡ് സൈഡ് നോക്കി പോകാൻ അറിയില്ല. വണ്ടി വരുമ്പോ
അതൊന്നും അറിയില്ല. അപ്പോൾ ഇത് സാധാരണ അവർക്ക് ഇങ്ങനെ വയ്യാത്ത കുട്ടിയാണെന്ന് പുറമേ ഉള്ളവർക്ക് അറിയില്ല. അപ്പോൾ അവർ തല്ലി അടിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പോയിട്ട് വരാണ്ടിരിക്കുകയോ ചെയ്ത് 4 ആൾ അറിയണമല്ലോ. അപ്പോൾ പിന്നെ 4 ആൾ ഇവിടെ ചുറ്റുമുള്ള ആളുകൾ കുറച്ച് അറിയണം പറഞ്ഞിട്ടാണ് അങ്ങനെ യൂട്യൂബ് തുടങ്ങിയത്. അല്ലാണ്ട് അതിന്റെ വരുമാനമോ വേറെ ഉദ്ദേശങ്ങളൊന്നും അല്ല. പുറത്തൊക്കെ പോവാന്നൊക്കെ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഗേറ്റ് തുറന്ന് തന്നെ പോകുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ തന്നെ പോകുന്ന സമയത്ത് ഇത് നാട്ടുകാർ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആളുകളൊക്കെ ഇപ്പോഴല്ല കേട്ടോ, യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾ അതൊരു പ്രശ്നമാക്കുക, അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളുണ്ടോ ഗബീർക്ക്? ഇവൻ രാത്രി പോയിട്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരമൊക്കെ പോയിട്ട് 1/2 കിലോമീറ്ററിന്റെ അപ്പുറമൊക്കെ പോയിട്ട് ഞങ്ങൾ രാത്രി 1 മണിക്ക് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മ എല്ലാ സമയം ഗേറ്റ് പൂട്ടി വെക്കും, നമ്മ മനുഷ്യരല്ലേ. അതേ സമയത്ത് ശ്രദ്ധ വിട്ടു കഴിഞ്ഞാൽ ആ സമയം ഇവൻ അതിനെ വാച്ച് ചെയ്തിട്ടാണ് ഇവൻ പോണത്. ഇവനിക്ക് പറഞ്ഞ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കിട്ടണം, തിന്നണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് പോണത്. നമ്മളെന്തെങ്കിലും നടക്കുമ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കുമല്ലോ, അപ്പൊ അതുമാതിരി കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവൻ പോണത്. അവനിക്ക് പൈസ കൊടുക്കണം, ഇതിന് പണം വേണമെന്നൊന്നും അറിയില്ല. അങ്ങനെ 1 മണിക്കൊക്കെ പോയി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആരും വിളിച്ചാരും 1 മണിയായി ആരും വിളിക്കുന്നത്. ഞങ്ങൾക്കെന്താ അവനെ കാണാനില്ല പറഞ്ഞിട്ട് ഒന്ന് സംശയം തോന്നി. എല്ലാ റൂമിലും പോയി നോക്കി, കാണാനില്ല. അപ്പോൾ ആൾ പുറത്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ആൾ മേഴ്സി കോളേജിന്റെ അപ്പുറത്തെത്തി. അവനടുത്ത ബേക്കറിക്ക് പോകുകയാണ്. ഷിജുക്കുട്ടൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമേ ക്ഷമ വളരെയധികം കൂടിയിട്ടുണ്ടോ? ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഭയങ്കര ദേഷ്യം പറഞ്ഞാൽ മൂക്കിന്റെ തുണ്ടിൽ ദേഷ്യമാണ് എനിക്ക് കുട്ടികളിൽ നിന്നും പൊതു ഇഷ്ടമല്ല. പക്ഷെ ഷിജുവിൻ്റെ കൂടെ വന്ന പിന്നെ ക്ഷമന്റെ നെല്ലിപ്പലകി എത്രയാണോ അറ്റം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എത്ര ദേഷ്യം വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞാൽ അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ക്ഷമിച്ചാലേ പറ്റുള്ളൂ. അവൻ പലതും ചെയ്യും, പലതും പ്രവർത്തിക്കും ഏത് സമയത്തും. അപ്പം നമ്മൾ ക്ഷമിച്ചാലേ പറ്റുള്ളൂ. ഇങ്ങനത്തെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും ക്ഷമന്റെ അറ്റം കണ്ടവരും, എല്ലാം ക്ഷമിച്ചവരാണ്. ഇവരിനെയൊക്കെ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ സിജുവിനെ അങ്ങനെ ആരും ഒന്നും പറയില്ല, അതിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയില്ല. ഇങ്ങനത്തെ കുട്ടികളുടെ പല രക്ഷിതാക്കളും പല നാട്ടുകാരും ഈ സമൂഹത്തിൽ നിന്നൊക്കെ പലവരും അവഗണനകളും കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. അവരൊന്നും അതിന് മറുപടി പറയില്ല. എന്താ പറഞ്ഞാൽ അവര് ക്ഷമന്റെ അറ്റം എത്തിയവരാണ്. ഇങ്ങനത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവര് ക്ഷമിച്ചേ ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവരെങ്ങനെ പ്രതികരിക്കണമെന്നൊന്നും നമുക്കറിയില്ല. ഏത് സമയത്ത് ചിലപ്പോൾ വഴക്കുണ്ടാക്കും, പെട്ടെന്നായിരിക്കും എന്തെങ്കിലും അടിക്കുക, ചിലപ്പോൾ എടുത്ത് വലിച്ചെറിയുക, നശിപ്പിക്കുക, എന്തും ചെയ്യുക. അതിനൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. ഇവർക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അവന് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതാ അവിടെ അടയാളമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ് ഇതിൻ്റെ. അവനിക്ക് എന്ത് ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പോൾ അവരറിഞ്ഞ് ചെയ്യണല്ലോ, അവർ സെക്കൻഡ് കൊണ്ട് ചെയ്യുന്നവർ മൂർഖം പാമ്പിൻ്റെ മാതിരിയാണ്. ഏത് സമയത്ത് എപ്പോൾ ടപ്പെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ടിരിക്കണം. പിന്നെ അവരറിയാണ്ട് ചെയ്യണതാണ്, അവർ വേണം പറഞ്ഞ് ചെയ്യണതല്ല. അതോട് അവർ ആ സെക്കൻഡിൽ തന്നെ അവർ അതേമാതിരി നമ്മളോട് നല്ല സ്നേഹത്തിൽ ഇടപെടുകയും ചെയ്യും. പക്ഷെ നമ്മൾ അവന് തല്ലാനും അടിക്കാനൊന്നും പറ്റില്ല. അവന് അതോട് സ്നേഹത്തോട് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ശരിയായി, അത്ര തന്നെ. ഇങ്ങനൊരു മരുമകനെയും അമ്മാവനെയും ആളുകൾ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടില്ല. നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഒരു വേൾഡ് ഇല്ലാത്ത പോലത്തെ ഒരു ബന്ധമാണ് നിങ്ങള്. കാരണം വളരെയധികം നിഷ്കളങ്കമായിട്ടുള്ള, എത്രയും അധികം സ്നേഹത്തോടുകൂടി ഒരാളോട് ഡീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. മരുമകൻ ഇങ്ങനെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണം, അതായത് ഞാനുള്ളിടത്തോളം കാലം അവൻ അങ്ങനെ സ്നേഹം കൊടുക്കണം, അതെങ്ങനെയാ വന്നത് ജീവിതത്തിലേക്ക്? ഇത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുമ്പോൾ അവൻ്റെ രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടങ്ങളാണ് അനുഭവിക്കുന്നത്. അത് അവൻ്റെ കൂടെ അടുത്ത് പെരുമാറി നമ്മ കൂടെ ഇരുന്നാലേ അറിയുള്ളൂ, ഒരാഴ്ച കൂടെ താമസിച്ചാലേ അറിയുള്ളൂ. ഈ കുട്ടികൾക്ക് രാത്രി ഉറക്കം ഉണ്ടായില്ല. പിന്നെ ഈ രക്ഷിതാക്കൾക്ക് ഒരു രോഗം വന്നു, കഷ്ടം വന്നു, പുറത്തു പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റില്ല. ഇവരിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇവരിപ്പോൾ എത്ര വയസ്സായാലും, സിജു എത്ര വയസ്സായാലും നമ്മൾ 1 വയസ്സായി കുട്ടീനെ എങ്ങനെ നോക്കും? 1 വയസ്സായി കുട്ടി കഴിഞ്ഞ് എന്ത് പോയാലും എടുക്കും, എന്ത് പോയാലും വായിലിടും, എന്തും തട്ടിത്തെറിപ്പിക്കും. അവരിനെ നോക്കണ മാതിരി ഇവരിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അത് ഇവർ വലുതായാലും എല്ലാ കുട്ടികളും അങ്ങനെയല്ല. ഓട്ടിസം കുട്ടികളുടെ സുമാർ കുട്ടികളൊക്കെ അങ്ങനെയാണ്, ഏകദേശം കുട്ടികളൊക്കെ ആ രീതിയിലാണ്. ചെറിയ കുട്ടികളുടെ മാതിരി എല്ലാ സമയത്തും അവരിനെ ഒരു കണ്ണ് നമ്മുടെ ഒരു കണ്ണ് വേറെ എവിടെയാണെങ്കിൽ ഒരു കണ്ണ് ഇവരിലെന്നും ഉണ്ടായിരിക്കണം. മറ്റുള്ള കുട്ടികളുടെ മാതിരി അശ്രദ്ധരായിട്ട് ഇവരിനെ വിട്ടു കഴിഞ്ഞാൽ വിടാൻ പറ്റില്ല. ജീവിതത്തിന്റെ വലിയൊരു പങ്ക്. അപ്പൊ ഇതിന്റെ കഷ്ടങ്ങൾ ഈ രക്ഷിതാക്കൾ അനുഭവിച്ച് രാത്രി ഉറക്കൂല്ലാണ്ടും ഇവര് സിജുവൊക്കെ 2 മണി ചിലപ്പോൾ 3 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോ. അങ്ങനെ ഉറക്കൂല്ലാണ്ടല്ലോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു സഹായത്തിന് വേണ്ടി ഹെൽപ്പിന് വരികയാണ് കൂടെ ഒരു രാത്രി ഉറക്കം ക്ഷീണങ്ങൾ മാറാനൊക്കെ ആയിട്ട്. അങ്ങനെ വന്നിട്ടാണ് സിജുവിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ദിവസം, അങ്ങനെ ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ?
പ്രത്യേകിച്ച് പറയാനില്ല, ഇവരിലൂടെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. എന്നും ഇവരിൻ്റെ നല്ല നിഷ്കളങ്കരായ കുട്ടികളാണ്. ഇവരെന്ത് ചെയ്താലും നമുക്ക് വിഷമം ഉണ്ടായില്ല. ഇവര് കൽപ്പിച്ചൂട്ടി ഒന്നും ചെയ്യണമല്ല. ഇവർ അറിയാണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അറിയാണ്ട് ചെയ്യുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണ്. ഇവരിനെ സ്നേഹിച്ച നമ്മ വിട്ടുമാറും. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പലവരും പല ഇതിനെയും വളർത്തുന്നുണ്ട്. ഇപ്പൊ നമ്മ ചിലവര് പൂച്ചനെ വളർത്തുന്നുണ്ട്, നായിനെ വളർത്തുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? അത് അവര് നന്നായി സ്നേഹിക്കുന്ന ഒരു സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം കൊണ്ടാണ്. ഇവര് പറഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര സ്നേഹം തരുന്നവരാണ്. ഇവര് മനുഷ്യന്മാര് പൊതുവെ സ്നേഹം തരല് കുറവാണ്. അവരിൽ ശത്രുത ഉണ്ടാവും, വൈരാഗ്യങ്ങൾ ഉണ്ടാവും, ഉള്ളിൽ വെച്ചിട്ടുള്ള പ്രവൃത്തി. ഇവരിൽ അതൊന്നും ഉണ്ടായില്ല. ഇവന്റെ സ്നേഹം പറഞ്ഞ നിഷ്കളങ്കമായ സ്നേഹങ്ങളാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് ഓട്ടിസം കുട്ടികളുടെ എല്ലാ കുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അനുഭവിച്ചറിയണം. അത് അനുഭവിച്ചറിഞ്ഞാൽ നമ്മ പിന്നെ വിട്ടുപോയില്ല. അതുകൊണ്ടാണ് ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രത്തോളം ഇതാണെങ്കിലും ഇവരിനെ ഒഴിവാക്കാണ്ട് ഇവരിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരിനെയൊക്കെ തൂക്കി എറിഞ്ഞ് അവർ പോയിട്ടുണ്ടാവും. ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കൾ പൊതുവെ ഇവരെ തൂക്കി എറിഞ്ഞു പോയില്ല. അത് പറഞ്ഞാൽ ഇവൻ്റെ നിഷ്കളങ്കമായ വലിയൊരു സ്നേഹം ഇവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വലിയ ത്യാഗം സഹിച്ചിട്ട് അവരിയ്ക്കുന്നത്. ഈ കുട്ടികളുടെ കൂടെ ജീവിക്കുക പറഞ്ഞാൽ അവർക്ക് ഒരു തൊഴിൽ ചെയ്യാൻ പോകാൻ പറ്റില്ല, പുറത്ത് ജാളി അടിച്ച് പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു വിരുന്ന് പോകാൻ പറ്റില്ല. അവിടെ സ്വന്തം ജോലികൾ നല്ല നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് ഇവൻ്റെ പുരോഗതിക്ക് വേണ്ടി അതൊക്കെ കളഞ്ഞ് ഇരിക്കുന്നവരുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് പോകാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ തന്നെ എല്ലാ സമയവും ഇരിക്കണം, ഫുൾ ടൈം. അപ്പം അതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നതുകൊണ്ട് ഇവൻ്റെ നിഷ്കളങ്കമായ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മാത്രമാണ്. ശ്രീകുട്ട പാലൊഴിക്ക് ശ്രീകുട്ട. ആ മെല്ലെ ഒഴുക്കിട്ടാ. ആ എല്ലാം മണം നോക്കൂ സിജു. തീക്കത്തിക്കട്ടെ നമുക്ക്. ഇപ്പൊ ഈ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ടേ ഷിജുവിന് അറിയോ യൂട്യൂബില്? ഷിജുവിന് ഇപ്പൊ അവന്റെ തന്നെ വീഡിയോസ് യൂട്യൂബിൽ കാണുമ്പോഴേ ഷിജുവിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷിജു തന്നെയാണ് എന്നൊക്കെ? ഷിജുവിന് യൂട്യൂബിൽ വരുമാനമുണ്ട്, സമ്പാദ്യ പദ്ധതിയുണ്ട്, ഇതൊന്നും അറിയില്ല അവനിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവനിക്ക് അറിയില്ല. പക്ഷെ അവന്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവന്റെ കണ്ടുകൊണ്ടിരിക്കും. അവന്റെ വീഡിയോ, പിന്നെ പാട്ടുകള്. ഷിജുവിന്റെ വീഡിയോസ് തന്നെ യൂട്യൂബിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബ് ചാനലിൽ തന്നെ ഷിജാസ് ഓട്ടിസം എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആളുകൾ പറയുന്നുണ്ട് ഓട്ടിസത്തിന് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് പോലെ ഉപയോഗിച്ചേക്കുന്നത്. സാധാരണ അങ്ങനെ ഓട്ടിസം എന്നുള്ള ഒരു പേര് സാധാരണ കൊടുക്കാറില്ല, ആരും കൊടുക്കില്ല. അങ്ങനെ ഒരു പേര് കൊടുക്കണം, അങ്ങനെ അതൊരു ഐഡന്റിറ്റി ആവണമെന്ന്. അത് പറഞ്ഞ സിജുവിന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ അവന് 23 വയസ്സായി. ഇവൻ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഓട്ടിസത്തിന് പറ്റിയൊന്നും അത്ര കാര്യമായിട്ട് യൂട്യൂബുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊന്നും കാര്യമായിട്ടില്ല. ആദം ഓട്ടിസം പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പല ഫാദർ ഓട്ടിസം, മദർ ഓട്ടിസം പറഞ്ഞിട്ടൊക്കെ വിദേശ രാജ്യങ്ങൾ, അമേരിക്കന്മാരിലുള്ള പല രാജ്യങ്ങളിൽ നമ്മൾ ഈ ഓട്ടിസത്തിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ അവർക്കൊക്കെ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്. അവരൊക്കെ അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടികൾ തലയടിക്കുന്നതും തലയടിച്ച് തല്ലുന്നതും കരയുന്നതും വീഴുന്നതും നിലവിളിക്കുന്നതും അക്രമം ചെയ്യുന്നതും ഇതെല്ലാം അവർ ആ കുട്ടി ജീവിതത്തിൽ എന്ത് ചെയ്യണോ അതൊക്കെ അവർ കാണിക്കും. അവർക്കതിൽ മാനക്കടൊന്നുമില്ല. അവർ സമൂഹത്തിൽ ഇങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ജനങ്ങൾക്കറിയാൻ, ഇങ്ങനത്തെ സമൂഹത്തിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കാനും അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അപ്പോൾ സിജുവിനെ അങ്ങനെ നമ്മൾ ഇങ്ങനെ അറിയണം പറഞ്ഞൊരു ഇത് തുടങ്ങിയപ്പോൾ ഈ പേരിൻ്റെ അടുത്ത് ഷിജാസിൻ്റെ പേരും അതേമാതിരി നമ്മൾ കണ്ടിട്ട് അവൻ്റെ ഓട്ടിസം എന്ന് പേര് ചേർത്തിട്ട് ഷിജാസ് ഓട്ടിസം എന്ന് തന്നെ പേരിട്ടു. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഒരു ഗുണമുണ്ടായി പറഞ്ഞാൽ, നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല, അവൻ്റെ പേരോട് ചേർത്തി എന്നുള്ളൂ. അവർ വെച്ചത് കൊണ്ട് നമ്മൾ അതുമാതിരി ചേർത്തി എന്നുള്ളൂ. അതുകൊണ്ട് എന്താ ഒരു ഗുണമായി പറഞ്ഞാൽ, ഈ ഓട്ടിസം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ വീഡിയോ ടപ്പെന്ന് അവൻ്റെ അടുത്ത് പോയി എത്തും. അപ്പോൾ അവർക്കൊക്കെ ബോധവൽക്കരണം നടത്താൻ കഴിയുന്നുണ്ട്. ഒരുപാട് രാജ്യത്തു നിന്നൊക്കെ പല രാജ്യത്തും ഞങ്ങളുടെ മലയാളികൾ വിളിക്കാറുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, കാനഡയിലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ദുബായ്, പിന്നെ എറണാകുളം, പിന്നെ കോഴിക്കോട്. അത് നിങ്ങൾക്ക് അറിയാലോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കാനഡയിലാണ് കാണുന്നത്. അപ്പൊ പല രാജ്യങ്ങളിലും മലയാളികളുണ്ട്. ഇവർക്കൊക്കെ ധാരാളം ഇപ്പൊ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്, ഓട്ടിസം കുട്ടികൾ. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് പറഞ്ഞിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ വിളിക്കും, പരിചയപ്പെടും. ഇതിന് എങ്ങനെയാ ഇപ്പൊ ഇവര് ആദ്യം ബാത്റൂമിലേക്ക് പോകണം, ഇതിന്റെ ശീലങ്ങളൊക്കെ പഠിക്കണം. ഇവർക്കൊന്നും അറിയില്ല. അത് തൊട്ട് ഇവരിനെ 1, 2 തൊട്ട് പഠിപ്പിച്ച് വരണം.
അപ്പം അങ്ങനെ നിങ്ങൾ ഈ കുട്ടീനെ ഈ നിലയ്ക്ക് ആക്കി എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് വിളിച്ചു ചോദിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് നാട്ടിൽ പല രാജ്യത്തിൻ്റെ മലയാളികളുള്ള പല ഭാഗത്തു നിന്നും ഇങ്ങനെ വിളി വരും. അപ്പം അവർ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് നിറയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ ഈ നിർദ്ദേശം കൊടുക്കും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പോൾ അവർക്ക് അതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ പല ഉപകാരങ്ങളും ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഓട്ടിസം കുട്ടികളെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിലിരുത്തലാണ് എല്ലാവരുടെയും പതിവ്. അതെ 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 നമ്മ ഇവരിനെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കുക എന്നുള്ളതും കൂടിയാണ് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നിറയെ രക്ഷിതാക്കൾ ഇതേമാതിരി ചാനലുകൾ പലതും തുടങ്ങി കുട്ടികളെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്, പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പരിശീലനങ്ങളും വീട്ടുകാർ കൊടുക്കുന്നുണ്ട്. കുക്കിങ്ങിനെ നിറയെ ആളുകൾ നിറയെ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഷിജുവിന്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായല്ലോ. ഓഫാക്കി അതിലൊരു വരുമാനം അല്ലെങ്കിൽ അത് ഇപ്പൊ എങ്ങനെയുണ്ട് പറഞ്ഞ ഷിജുവിന്റെ യൂട്യൂബ് ചാനലിലെ വരുമാനം ഉണ്ടല്ലോ, അതിപ്പോ ഒരു മാസം എങ്ങനെയാണ് അതിലെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അത് അവൻ്റെ അക്കൗണ്ടിലേക്ക് വരും, അത് അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നു. നമ്മ അവൻ്റെ പൈസയൊന്നും എടുക്കുകയൊന്നുമില്ല. അവൻ്റെ പൈസയും നമുക്ക് ആവശ്യമില്ല. ഇവർ സമ്പാദിക്കുന്നുണ്ട്, ഇവർക്ക് മാന്യമായ വരുമാനമുണ്ട്. എനിക്കും എൻ്റേതായ വരുമാനങ്ങളുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കണം. അവൻ്റെ വരുമാനം അവൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കണം. ഞങ്ങളുടെ പിറ്റേക്കാലം അവനക്കൊരു ഇത് വേണ്ടേ? അല്ല, ഷിജു കുട്ടൻ്റെ പേരിൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ കൂട്ടായ തൊടാൻ പറ്റില്ല, ചൂടാണ്, ചൂട് കൂട്ടായ അക്കൗണ്ടാണ്. ഇവർക്ക് ഒറ്റയ്ക്ക് അക്കൗണ്ടുകളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഉമ്മാന്റെ പേരിലാണ് അക്കൗണ്ട് ഉണ്ടാവും, ഇവന്റെ കൂടെ ആ പേരും കൂടി ഉണ്ടാവും. ഇവർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്കുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ എങ്ങനെ പറഞ്ഞാൽ, ഇവനിക്കൊരു തൊഴിൽ ചെയ്യണം. അപ്പോൾ വ്യവസായ വകുപ്പിൽ ചോദിച്ചപ്പോൾ ഇവന്റെ പേർക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ല പറഞ്ഞു. ഇവൻ എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് നിയമമില്ല. അപ്പൊ രക്ഷിതാക്കളുടെ പേർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, രക്ഷിതാക്കളുടെ പേർക്ക് എടുത്തു കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ പിറ്റേക്കാലം ഇവർക്ക് ഒരു സമ്പത്തൊക്കെ രക്ഷിതാക്കളുടെ പിറ്റേക്കാലം ഈ സ്ഥാപനം മക്കൾക്ക് എല്ലാവർക്കും പോയില്ലേ ചോദിച്ചു. അപ്പോൾ എറണാകുളത്ത് ഒരു വക്കീലുണ്ടായിരുന്നു നിയമോപദേശം തരാൻ. അപ്പോൾ അവര് പറഞ്ഞു, രക്ഷിതാവ് ജീവിച്ചിരിക്കുമ്പോൾ എഗ്രിമെന്റ് എഴുതി വെക്കണം. ഇവനിക്ക് വേണ്ടി ഞാൻ തുടങ്ങിയ സ്ഥാപനമാണ്, അതിൻ്റെ വരുമാനം ഇവനിക്കാണ്, ഇവനിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ എല്ലാ അധികാരങ്ങളും, എൻ്റെ പിറ്റേക്കാരും അത് അവനിക്ക് മാത്രം ലയിക്കുന്നതാണ് പറഞ്ഞിട്ട് കോടതിയിൽ നമ്മ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഒരു വിധി വാങ്ങി എടുക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇവർക്ക് സ്വന്തമായി ചെയ്യാൻ ഇപ്പോഴും ഗവൺമെൻറ് ഒരു ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല. അതേമാതിരി ഭിന്നശേഷി കുട്ടികൾക്ക് ജോലി പറയും. ഇവർക്ക് ബുദ്ധിപരമായ വൈകല്യം ആണെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിയുള്ള കുട്ടികളുണ്ട്, അതുകൊണ്ട് ഇവർക്കൊന്നും ജോലി കൊടുക്കില്ല. ആ ആനുകൂല്യങ്ങളൊക്കെ ആര് പറ്റിയിട്ട് പോകും? ബാക്കി കാല്, കൈ, ഇങ്ങനെയുള്ള കണ്ണ്, ചെവി ഇങ്ങനെയുള്ള കുറവുള്ളവർക്കൊക്കെ പോകും. അതുകൊണ്ട് ഗവൺമെന്റിന്റെ സംഭരണം വിരിക്കൂല്ല. സംഭരണം ഉണ്ട് പറയാലും ഓട്ടിസം കുട്ടികൾക്കില്ല. മനസ്സിലായി. യൂട്യൂബിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷൂട്ടിങ് അല്ലെങ്കിൽ ഏത് ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് കബീർക്കാണോ? അതെ അതെ. അപ്പൊ ഇപ്പൊ ഏത് ഐറ്റത്തിനാ ഷിജുകുട്ടന് ഏറ്റവും ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളത്? ഷിജുവിന് കുക്കിംഗ് ആണ് മെയിൻ ഇൻട്രസ്റ്റ്. ഞങ്ങൾ കുക്കിംഗ് മാത്രമല്ല എല്ലാ പണിയും ചെയ്യിപ്പിക്കും. കൃഷിപ്പണികള്, ചെടികള് നനയ്ക്കല്, ഇതൊക്കെ അവൻ തന്നെയാണ് വെള്ളം ഒഴിക്കുക. ഈ ചെടികൾ ഇത്രയും ഭംഗിയായി നിൽക്കണ്ടെങ്കിൽ അവനക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. 2 നേരം അവനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കും. അത് അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. പിന്നെ പുളി തല്ലിപ്പിക്കും, ഇഞ്ചി ചരണ്ടിപ്പിക്കും. ഇപ്പൊ മുകളിൽ ഇഞ്ചി നിറയെ ചരണ്ടി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഷിജുക്കുട്ട ചൂടുണ്ട്. ഇഞ്ചി ചരണ്ടിപ്പിക്കും, മഞ്ഞൾ പിഴുക്കും, സർബത്ത് കായ്ച്ചും. അങ്ങനെ എല്ലാ പണികളും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണികൾ കുറവാണ്. തുണി തിരുമ്പിക്കും, അടിക്കും, തട്ടിയടിപ്പിക്കും, എല്ലാ പണിയും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇനിയിപ്പോൾ അവനിക്ക് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ വരുമാനം നോക്കിയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇതൊന്നും എല്ലാ കാലത്തും നിലനിൽക്കണമെന്നില്ല. ഇത് മാറി മാറി വരും. അപ്പോൾ അവനെ കൊണ്ടൊരു തൊഴിൽ ചെയ്യിപ്പിക്കുക എന്നുള്ള ബേസിൽ ഇപ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ 10-15 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ. അപ്പോൾ അവനിക്കൊരു പാക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാനം തുടങ്ങി എന്തെങ്കിലും പാക്കിംഗ് ഒക്കെ ചെയ്ത് എന്താ പറയുക, ഇവർക്കൊരു ജോലി പറഞ്ഞപ്പോൾ വേറെ പുറത്തു പോയിട്ട് വരണമെങ്കിൽ ഇവരുടെ ഓട്ടോറിക്ഷ കൊണ്ടുപോകണം, ഓട്ടോറിക്ഷ കൊണ്ട് തിരിച്ചു വരണം, കൂടെ ഒരാൾ നിൽക്കണം. ഇതിന്റെ പിന്നാലെ നിൽക്കണതിന് തന്നെ ഒരാൾ വേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ ചെലവാണ്. പിന്നെ അതിനൊന്നും അങ്ങനെ ആരും ജോലി കൊടുക്കൂല. അപ്പൊ നമ്മ വീട്ടിൽ തന്നെ ഇരുത്തി അവരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ച് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതിക്കാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ എന്തെങ്കിലും തുടങ്ങും എനിക്കിപ്പോ. പണ്ട് ഉള്ള ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറയുന്ന സ്ഥലപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കല്യാണത്തിന് കൊണ്ടുവരരുത്, അതൊക്കെ ഉണ്ട്. അത് പറഞ്ഞ അപമാനങ്ങൾ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കളും ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പൊ നിഹാര് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവന് ഇതേമാതിരി ഭയങ്കര പ്രശ്നക്കാരനും ദേഷ്യക്കാരനും വാശിക്കാരനൊക്കെ ആയിട്ട്
അവൻ അങ്ങനെയൊക്കെ 10ാം ക്ലാസ്സൊക്കെ ജയിച്ച് അവിടെ വിക്ടോറിയ കോളേജിൽ ഞങ്ങളെ കൂടി പറഞ്ഞ ഒരു അഡ്മിഷനെ കൊടുത്ത് അവിടെ പഠിക്കുന്നുണ്ട്. വിക്ടോറിയ കോളേജിൽ നല്ല സഹകരണമാണ് ആ കോളേജിലുള്ള കുട്ടികളും രക്ഷിതാക്കളും. 19ഓളം ഭിന്നശേഷി കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവന് വൈകുന്നേരമായപ്പോൾ അവനക്ക് ഇത്തിരി ബുദ്ധികളൊക്കെ കൂടി, സുജുവിനെ മാതിരിയല്ല, ബുദ്ധികളൊക്കെ കൂടി സാധാരണ ഒരു മനുഷ്യൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ആലോചിക്കണം, അവൻ്റെ ആരും രോഗിയും കൂടി ചങ്ങാത്തം കൂടി ഒന്നും ചെയ്യില്ല. അത് പറഞ്ഞാൽ ഇവർക്ക് എന്തായാലും ചെറിയ കുറവുണ്ടാവും, എത്ര നല്ല നിലയിലെത്തിയാലും ചെറിയ കുറവ് പോരായ്മകൾ ഇവർ നിലനിൽക്കും, അതിന് വെച്ച് കളിയാക്കും. അങ്ങനെ വിഷമവും സങ്കടമായിട്ടാണ് പിന്നെ വിക്ടോറിയ കോളേജിൽ കൊണ്ട് ചേർത്തി അവനക്കൊരു പെട്രോൾ പമ്പിൽ ഒരു 4 മണിക്കൂറും വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പിൽ ജോലി കൊടുത്തു. അവർ ജോലി കൊടുത്തപ്പോൾ അവൻ കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുന്നേക്കാളും കൃത്യമായിട്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്രോൾ അടിക്കുന്ന ഒരാളും ഭാര്യയും കൂടി വന്നിട്ട് പറയണ, എൻ്റെ ഭാര്യ എന്നെ നോക്കി ഇതിനെ ചോദ്യം ചെയ്യണം, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടിസം കുട്ടികൾ നേരിടുന്ന വിഷമങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു പെട്രോൾ പമ്പുകാരൻ പറഞ്ഞു, അവൻ വയ്യാത്ത കുട്ടിയാണ്, വയ്യാത്ത കുട്ടിക്ക് നിങ്ങൾ അങ്ങനെ ജോലി കൊടുക്കും. അപ്പോൾ ഒരു ജോലി കൊടുക്കണം എന്നുള്ള മനസ്സ് തന്നെ കൂടി അവിടെ ചോദ്യം ചെയ്യാണ്. പിന്നെ ഇത് ചോദിച്ച അയാൾക്ക് അവിടെ ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെ ഇങ്ങനത്തെ കുട്ടികളെ സംരക്ഷിക്കുന്നവർക്കും കൊണ്ടുപോകണവർക്കും എല്ലാവർക്കും പല അപമാനങ്ങൾ പലതും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കുടുംബത്തിൽ നിന്ന് കിട്ടും, നാട്ടുകാരിൽ നിന്ന് കിട്ടും, സമൂഹത്തിൽ നിന്ന് കിട്ടും, എല്ലാവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ, നല്ല ആളുകൾ പിന്നെ ചേർത്ത് പിടിക്കാനും അതിനേക്കാളും കൂടുതൽ ചേർത്ത് പിടിക്കാനുണ്ട്. പക്ഷെ 100ൽ ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ മനസ്സ് വേദനിക്കാൻ. എല്ലാവരും പറയാൻ 100 ആൾ ചേർത്ത് പിടിച്ചാലും വേദനിക്കാൻ ഒരാൾ പറഞ്ഞാൽ മതി. അപ്പൊ മലായി ദൂത് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി തണുക്കാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ചിരിക്കുട്ടി എടുക്കുന്ന പിടിക്ക്, ചിരി പിടിച്ചോ, എടുത്തോ, ഇവിടെ വെക്കി, ശരി, ഇവിടെ വെച്ചോ. ചിരിക്കുട്ടി ഇളക്ക്, കസ്റ്റർഡ് പൗഡർ വെള്ളത്തിൽ ഇളക്ക്. നമ്മൾ കസ്റ്റർഡും കൂടി ഇതിലേക്ക് ശുചിക്കുട്ട ഒഴുക്കി, കസ്റ്റർഡ് പൊടി വെള്ളത്തിൽ കലർന്നത് ഒഴുക്കിയെന്ന. അത് മണത്ത് ശുചിക്കുട്ടി. മതി. ഇളക്ക് ശുചി ഇളക്ക് കുടിക്കാനൊന്നും ആയിട്ടില്ല. ഇളക്ക് ശുചിക്കുട്ട, നന്നായി ഇളക്ക്. 1,00,000 വട്ടോ അല്ലെങ്കിൽ 1000 വട്ടോ ഒക്കെ ഒരു കാര്യം പറയുമ്പോഴാണ് ഷിജുക്കുട്ടൻ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത്. ഇതൊരു നമുക്ക് തന്നെ ഇപ്പൊ അറിയാം, നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ തന്നെ ഒരാളുടെ അടുത്ത് 3-4 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, നമുക്കൊരു ദേഷ്യം വരും, നമുക്ക് ഒരു വെറുപ്പ് വരും. അങ്ങനെ നമുക്ക് നമ്മളോടും സിറ്റുവേഷനോടും മൊത്തത്തിൽ ആ ദിവസം അങ്ങ് സ്പോയിലാവും. പക്ഷെ കബീർക്കെയും അല്ലെങ്കിൽ ഷിജുവിന്റെ പാരന്റ്സ് ഒക്കെയും എല്ലാ ദിവസവും ഇത് പലതവണ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുക? ഇത് ഉൾക്കൊള്ളുക പറഞ്ഞാൽ ഷിജുക്കുട്ടനെ എങ്ങനെയെങ്കിലും മാറ്റി സാധാരണ ഒരു ആളുകളുടെ അത്രയായില്ലെങ്കിലും ആകുന്നത്ര അവനെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ്. ഇപ്പോൾ സാധാരണ എല്ലാ രക്ഷിതാക്കളും കുറച്ചു കാലം പഠിപ്പിച്ചു കഴിഞ്ഞാൽ വയസ്സായില്ലേ പറഞ്ഞിട്ട് വിടും. ഞങ്ങൾക്ക് അവന് 23 വയസ്സായിട്ടും ഇപ്പോഴും അന്ന് കൊടുക്കുന്ന 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സിലേക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവനിലേക്ക് പ്രതീക്ഷയാണ്, അവൻ സംസാരിക്കും അല്ലെങ്കിൽ അവൻ്റെ പുരോഗതി ഉണ്ടാവുന്നു. ആ പുരോഗതി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവനക്ക് എല്ലാ ദിവസവും ചെറിയ ഒച്ചഴിയുന്ന മാതിരിയാണ്, പക്ഷെ ആ മാറ്റം അവനിലുണ്ട്. ആ പ്രതീക്ഷ വിടാതെ തന്നെയാണ് ഞങ്ങളൊന്നും പ്രവർത്തിക്കുന്നത്. ഇനിയും ഇവനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവൻ്റെ നല്ലൊരു പ്രായം വരെയും ഈ പ്രവർത്തനം വേണ്ടി വരുന്ന തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അവരിൽ ഇങ്ങനത്തെ കുട്ടികളിൽ ഏതൊരു രക്ഷിതാവിനും ചെറിയ മാറ്റം കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. അങ്ങനെ ഒരു സംഭവം ഓർമ്മയുണ്ടോ? നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് വിജയിച്ച ഒരു കാര്യം? അവൻ്റെ എല്ലാ സംഭവവും അങ്ങനെ തന്നെയാണ്. ഷിജുവിനൊക്കെ ഇപ്പോൾ ഷിജുക്കുട്ടനക്ക് നന്നായിട്ട് അറിയും, ഉമ്മ ബാപ്പ എന്നൊക്കെ പറയാൻ നന്നായിട്ട് അറിയും, മാമ എന്നൊക്കെ പറയാൻ നന്നായിട്ട് അറിയും. പക്ഷെ അവൻ ഉമ്മ ബാപ്പ എന്ന് അത്ര പറയില്ല, അപ്പോഴും ബബബ എന്നൊക്കെ പറയുള്ളൂ. അത് ഇവരിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഓട്ടിസം കുട്ടികളുടെ അവസ്ഥ പറഞ്ഞാൽ അത് അങ്ങനെയാണ്. എല്ലാവരും ഒരേമാതിരിയല്ല, പലവരും പലതരത്തിലാണ്. നല്ല കഴിവുള്ളവരുണ്ട്, കുറഞ്ഞവരുണ്ട്, മീഡിയം. ഷിജുക്കുട്ടൻ്റെ രീതി അങ്ങനെയാണ്. ഷിജുക്കുട്ടനെ അറിയോ? അതായത് കബീർ മാമയാണെന്നും ഉമ്മയും ഉപ്പയും എല്ലാം അറിയോ? അവർക്ക് എല്ലാവരിനും വേർതിരിച്ചറിയും. നമ്മുടെ ബന്ധുക്കളിനെ എല്ലാവരിനെയും അറിയും, നാട്ടുകാരനെയും ഇവിടെ വരുന്നവരിനെ എല്ലാവരിനെയും അവർക്ക് അറിയും, വേർതിരിച്ച് തന്നെ അറിയും. ഉമ്മയാരാണ്, അനിയത്തി ആരാണ്,
മാമ ആരാണ്, അയൽവാസി ആരാണ്, എല്ലാം അറിയും. അതൊക്കെ അറിയും. ഇവർക്ക് എല്ലാ ബുദ്ധി അറിവുണ്ട്. ആശയവിനിമയം ചെയ്യാനുള്ള കഴിവിൻ്റെ ഒരു കുറവ് മാത്രമാണ് സിജുവിന് ഉള്ളത്. ബുദ്ധിയില്ലാത്ത ഒരു കുഴപ്പമില്ല അവനിക്ക്. എങ്ങനെ ആശയവിനിമയം ചെയ്യും? അതിനുള്ള നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺ അവിടെ പ്രവർത്തിക്കുന്നതിൽ ചെറിയ അപാകതയുണ്ട്. അതിൻ്റെ കുറവാണ് അവനിക്കുള്ളത്. എപ്പോഴേലും സങ്കടം തോന്നിയിട്ടുണ്ടോ ഷിജുവിനെ നമുക്ക് ഇങ്ങനെ ആയിപ്പോയാലും? ഷിജു കുറേ കഴിവുകളുള്ള ഒരാളാവേണ്ടതായിരുന്നില്ലേ? ഇത് സങ്കടത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് വരുള്ളൂ. നമുക്ക് വന്ന അവസ്ഥനെ നേരിടുക മാത്രമേ ഉള്ളൂ. നമ്മൾ സങ്കടം ഉണ്ടാവും. ആദ്യം കുറച്ച് കാലങ്ങളൊക്കെ ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം ആദ്യം പ്രസവിച്ച് കുറച്ച് അവർ സമൂഹത്തിന് മുന്നിൽ നല്ല നിലയിലായിരിക്കും, നല്ല പഠിപ്പ് പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും മുന്നിലും വലിയ ആളായി നടക്കണമെന്നുണ്ടാവും. എൻ്റെ കുട്ടീനെ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് കളക്ടറാക്കണം ഡോക്ടറാക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് അങ്ങനെയുള്ളവിടെ സംസാരിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ജനങ്ങളുടെ അടുത്ത് അങ്ങനെ അവരങ്ങനെ ഉൾവലിയും ഫസ്റ്റ്. പിന്നെ കുറേ കരയും, പിന്നെ സങ്കടവും സാക്ഷിയാവും, പിന്നെ ആത്മഹത്യക്ക് വരെ അവർ ചിന്തിക്കും. പിന്നെ ഈ കുട്ടികളിൽ ചെറിയ ശ്രമം കൊണ്ട് മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളാണ് അവരിനെ പ്രതീക്ഷയിൽ നിലനിർത്തുന്നത്. ഇപ്പോൾ സിജുവിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കിത് പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇതില്ല. ഇന്നിപ്പോൾ ഞമ്മൾക്കൊക്കെ പറഞ്ഞു തരാൻ ആളുകളുണ്ട്. 5 വയസ്സായ കുട്ടികൾക്ക് പറഞ്ഞു തരാനും ആളുണ്ട്. സൗജന്യമായി 1000-ഓളം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കോട്ടയം സ്വദേശിയായി ജെനി പറഞ്ഞൊരു അമ്മയുണ്ട്. അവർ 25 വർഷമായിട്ട് അമേരിക്കയിൽ ഈ ജോലി ചെയ്യുന്നു. ഈ ഡോക്ടർമാരുടെ ഈ വലിയ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ജോലി ചെയ്യാണ്. അവർ സൗജന്യമായാണ് ഈ 2 വയസ്സ് മുതൽ 50 വയസ്സായ കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് അവർ പരിശീലനം കൊടുക്കുന്നത്. വാട്സപ്പിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ ഞങ്ങൾ എത്രയോ കുട്ടികളെ അതിൽ ചേർത്തി വിട്ടിട്ടുണ്ട്. അത് വലിയൊരു സഹായമാണ്. ഞങ്ങൾക്കൊന്നും അന്നത്തെ കാലത്ത് ആ സഹായം കിട്ടിയെങ്കിൽ സിജു ഡീസൻ്റായിട്ട് നല്ല ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള തലമുറനെങ്കിലും അങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. സിജു സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഉമ്മ വെച്ചിട്ടൊക്കെ. സിജുവിന് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വയം ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റാണ്ടാകുമ്പോൾ സിജു അങ്ങനെ ചെയ്യുന്നതാണ് ഈ പാടുകളൊക്കെ കൈ. അത് പറഞ്ഞാൽ ഇവർക്ക് എന്താ പറയണത് നമ്മൾക്കറിയില്ല. അവർക്ക് പലതും പറയണമെന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അവർക്ക് കടയ്ക്ക് പോകണം അല്ലെങ്കിൽ റോട്ടിക്ക് നടക്കാൻ പോകണമെന്നുണ്ടാവും. അപ്പം നമ്മൾ പോണ്ടാ പറയും, തടയും. അപ്പം അവർക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നുണ്ടാവും. നമ്മളെ ഉപദ്രവിക്കേണ്ടെന്ന് ആഗ്രഹം തോന്നിയിട്ട് അവരിനെ തന്നെ അവൻ്റെ ദേഷ്യം അവരിൽ തന്നെ പ്രകടിപ്പിക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഈ അവർ സ്വയം ഇതൊക്കെ ചെയ്യുന്നത് പൊതുവെ. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ തല്ലല്ലോ. അപ്പോൾ ആ സ്നേഹം കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന നേരം അവനെ തന്നെ അത് ഇങ്ങനെ ചെയ്തിട്ട് അത് കാണുമ്പോൾ നമ്മൾ പിന്നെ അവനെ സ്റ്റോപ്പ് ചെയ്യും അപ്പം തന്നെ. ഇപ്പം ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ആളുകൾ വേദനിപ്പിക്കുന്ന കമൻറ്റുകളൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്ന് ചെയ്തിരുന്നു. ഇപ്പം അതിനൊക്കെ മാറ്റമുണ്ടോ? ആദ്യം അത് അവർക്ക് അറിയില്ല. ഇങ്ങനത്തെ കുട്ടികളിനെ പൊതുവെ സിജുവിനെ പെട്ടെന്ന് കണ്ട പുറത്തൊരാൾക്ക് അറിയില്ലല്ലോ. അവർ സാധാരണ ആളുകളാണ് വിചാരിച്ചാണ് പറയുന്നത്. പിന്നെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളെ പറ്റി അറിഞ്ഞാൽ ആരും പറയില്ല. അതിനുള്ള എല്ലാവർക്കും ദയുള്ള മനസ്സൊക്കെ ഒന്ന് അറിയുന്നുണ്ട്. പിന്നെ ഒന്നും എല്ലാവരും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കമൻറ്റുകളിലൊന്നും അതൊക്കെ വളരെ കുറവാണ്. അതിന് നമ്മൾ അങ്ങനെ കാര്യം എടുക്കാറ്. സോഷ്യൽ മീഡിയ പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ ഇവരിനെ പൊട്ടൻ കട്ടെന്നൊക്കെ പറഞ്ഞ് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. ജയിലിൽ പോയി കിടക്കേണ്ടി വരും. മറ്റുള്ള കുട്ടികളുടെ മാതിരിയല്ല, അവർക്ക് അതിനുള്ള നിയമമുണ്ട്. പിന്നെ ഈ രക്ഷിതാക്കൾ ഭയങ്കര ദയുള്ളത് കൊണ്ട് ആ വേഷക്കെട്ടിൽ നിന്ന് നടക്കാണ്ടിരിക്കുകയാണ്. നമ്മങ്ങനത്തെ കുട്ടികളിൽ ഇടപെടുന്നത് കൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലരും പൊട്ടം കെട്ടെന്ന് പറഞ്ഞു അവർക്ക് അതിനെപ്പറ്റി കേസ് കൊടുത്ത് അവരിനെ പിടിച്ചുള്ളിലിടും. ഇവർക്ക് ആ സംരക്ഷണങ്ങൾക്ക് ഗവൺമെൻറ് നന്നായി കിട്ടുന്നുണ്ട്. ഇവർക്ക് സംഘടനൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജില്ലാ കളക്ടറാണ് അതായത് തലത്തിൽ. അപ്പം നിയമ നടപടികളൊക്കെ പെട്ടെന്നാവും. പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് ഇവൻ്റെ അച്ഛനമ്മമാരും മനസ്സ് നല്ലത് കൊണ്ട് ഇങ്ങനത്തെ രക്ഷിതാക്കളൊന്നും അതിന് പുറപ്പെടില്ല. ഷിജുവിന്റെ പാരന്റ്സിനെ അധികം നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടില്ല. കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അധികം കണ്ടിട്ടില്ല. അവരെയും കൂടെ ഒന്ന് നമുക്ക് അപ്പോൾ വിളിച്ച്. ഇപ്പോൾ ഷിജുക്കുട്ടൻ്റെ ഫുൾ ഫാമിലിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഷിജുക്കുട്ടൻ്റെ പാരന്റ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ. ഇത് ഷിജുവിന്റെ പപ്പ സക്കീർ, ഇത് ഹിസ അനിയത്തി, ഇത് ഉമ്മൈബാൻ പറയും ശരിക്കും പേര്, റഫീന എന്ന് ഞങ്ങൾ വിളിക്കുക. ഇവരാണ് യഥാർത്ഥ പോരാളികൾ. ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞ യഥാർത്ഥ പോരാളികളാണ് അവര്. ഉമ്മ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ശരിക്കുട്ടൻ ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ? ആളുകളുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ ഒരു ലവ് ഉണ്ടല്ലോ, അത് മനസ്സിലാവുന്നുണ്ടോ ആളുകളിൽ എന്ന് പറയുന്നത്? പിന്നെ നമ്മള് പുറത്തൊക്കെ പോകുമ്പോ അതാ ശിരിക്കുട്ടന്റെ ഉമ്മ എന്ന് പറയും. അപ്പൊ നമുക്കത് ഭയങ്കര അഭിമാനമാണ് ഇപ്പൊ ശിരിക്കുട്ടന്റെ ഉമ്മ എന്ന് പറയാന്. അതുപോലെ ഇവിടെ എല്ലാവരും അറിയും. പുറത്ത് എവിടെ പോയാലും അവനെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ. ഇത് മോളാണ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th.
ഫ്രണ്ട്സിനൊക്കെ അറിയോ ഷിജുക്കുട്ടനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ? അവരൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഉപ്പ എന്താ ചെയ്യുന്നത്? എനിക്ക് കടയാണ്, കടന്റെ ഹോൾസെയിലാണ്, മാർക്കറ്റിംഗ്. ഇപ്പൊ ഷിജുക്കുട്ടന്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു 10-25 വയസ്സായിട്ട് പല ആൾക്കാരും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഷിജുക്കുട്ടൻ ഓടി നടന്ന എല്ലാ പണികളും എടുക്കുക. അത് കാണുമ്പോൾ ഒരു ഫാദർ എന്നുള്ള രീതിയിൽ എത്രമാത്രം സന്തോഷമാണ്. നല്ല സന്തോഷമാണ്. അതെല്ലാം വീട്ടിലുള്ള പണികളൊക്കെ അവൻ ചെയ്യും, കുക്കിംഗ് ഒക്കെ ചെയ്യും. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഈ കുക്കിങ്ങിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നാലും കുക്കിംഗ് ആണ് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് ചിക്കൻ വിഭവങ്ങൾ ഭയങ്കര കാര്യമാണ്. അതെപ്പോഴാണ് മനസ്സിലാക്കിയത് ഉമ്മ? എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല, കയ്യിലൊട്ടണമെന്നും എനിക്ക് പിടിക്കില്ല. ചോറ് അങ്ങനെയൊന്നും പിടിക്കില്ല. ചപ്പാത്തി നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചപ്പാത്തി മാത്രമാണ് കൊടുത്താച്ച് വിടുക. ചിക്കൻ അങ്ങനെ ഒന്നും കഴിക്കില്ല, സുമാറ് ഭക്ഷണമൊന്നും കഴിക്കില്ല. പിന്നെ നമ്മൾ ഓരോ ഭക്ഷണങ്ങൾ അവനെ കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്താണ്. ഇപ്പം അവന് എല്ലാ ഭക്ഷണവും അവന് കഴിക്കും. പിന്നെ ചിക്കനോട് താല്പര്യമുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അവർക്ക് മൂളിപ്പാട്ട് വരും, മാമാനെ ഉമ്മ വെക്കും. അതൊക്കെയാണ് ലവ് ലാംഗ്വേജ്. അതെ അതെ. സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടിയ ഒരു സമയം, അത് കിട്ടിയപ്പോൾ സന്തോഷം ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇവന് ഈ ലെവലിലേക്ക് എത്തിപ്പെടുന്ന നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. മാമൻ പറയും അവനെ ഒരു കാലത്ത് എല്ലാവരും അറിയും, തിരിച്ചറിയും എന്ന് മാമ എപ്പോഴും പറയും. ഞാനപ്പോൾ അത് തമാശയായിട്ടാണ് അത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഇത്രമാത്രം സത്യമാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷം, വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അന്നേ പറയും ഷിജുവിന് ഡോളറാണ് കിട്ടുക, വെറുതെ പൊട്ടത്തരത്തിന് പറയുന്നതാണ്. ഡോളറാണ് കിട്ടുക, അമേരിക്കയിൽ നിന്നാണ് സമ്പാദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുമാതിരി തന്നെ ആയി. പക്ഷെ ഇവരിലൂടെയാണ് ഞങ്ങളിപ്പോൾ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ നിന്നും പുറത്ത് ആരും അറിയില്ല. ഷിജുവിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നത്. എവിടെ പോയാലും തിരിച്ചറിയും. ആൾക്ക് വലിയ സന്തോഷം തന്നെയാണ്. ഈ ഷിജുവിന്റെ വർക്കൗട്ട് വീഡിയോസ് ഒക്കെ വളരെ ഹിറ്റാണ്. ഈ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ ഷിജുവിനെ കൊണ്ട്, ഷിജു വർക്കൗട്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എങ്ങനെ ശ്രദ്ധ എത്തുന്നത്? ഇവന് മുന്നേ വർക്കൗട്ട് ചെയ്യില്ല, ഇഷ്ടമല്ല. ഫസ്റ്റിലെ വീഡിയോയിലൊക്കെ ഉണ്ട് ഇവൻ പേടിച്ച് കരയണത്. പിന്നെ ഇവനെ നമ്മ മെലിയിപ്പിക്കണം, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം പറഞ്ഞിട്ട് മെല്ലെ മെല്ലിയായിട്ട് അതിക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് വരും. ഇപ്പോഴും ചെയ്യിപ്പിക്കുന്നുണ്ട്. നന്നായി അവൻ ചെയ്യണില്ല, എന്നാലും അതിൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഷിജു ഒരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട്, മലായി ദൂത്. അതെ, മലായി ദൂത്. അപ്പൊ അത് കുടിച്ചുകൊണ്ട് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കാൻ. അപ്പോൾ ഷിജുക്കുട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മലായി ദൂത് ഷിജുക്കുട്ടൻ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി സെർവ് ചെയ്ത് തരാനായിട്ട് പോവാണ്. അങ്ങനെ ഇവിടുന്ന് ബായ് പറയാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പ് ഷിജുക്കുട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള മധുരമൂറുന്ന മലായി ദൂത് നമുക്ക് എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യാം. ഷിജുക്കുട്ട കസകസയിട്. ആ കസകസ മെല്ലെ താതിലല്ലേ മറ്റേ മേലേക്ക് തെറിക്കൂ. മതി ഇളക്ക്. ഐസ് ഇട് ഷിജുക്കുട്ട, ഐസ് കട്ട് ഇട്. ഐസ് ഇട്. ഐസ് കട്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ച്. ഈ ഇൻഗ്രീഡിയൻസ് ഇടുന്നതിലാണ് ഭയങ്കര ഒരു ഷിജുക്കുട്ട ക്ലാസ്സിൽ ഒഴിക്കുന്ന ഇളക്കി ഷിജുക്കുട്ട ഇളക്കുന്ന നന്നായി ഇളക്ക്. ഇളക്ക് ഷിജുക്കുട്ട, നന്നായി ഇളക്ക്. നന്നായി ഇളക്ക്, ഇങ്ങനെ ഇളക്ക്. ഇനി എല്ലാ ക്ലാസ്സിലും ഒഴിക്കുന്ന. സിഗ്നേച്ചർ ഐറ്റം ചിക്കനാണ്. ചിക്കന് സമയമില്ലെന്ന്. സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വെറൈറ്റി പിടിക്കാൻ നമ്മള് ആദ്യമുള്ളവർക്കൊക്കെ ഐസ് കട്ടണം. ഇനിയിപ്പോ യൂട്യൂബിന് വേണ്ടിട്ട് എന്തൊക്കെ പുതിയ വിഭവങ്ങളാ വരാൻ പോണത്? ഇല്ല, അത് പറഞ്ഞ കുക്കിംഗ് പറഞ്ഞ വലിയ മേഖലയല്ലേ, അത് കടലുമാരി കിടക്കണല്ലേ. മാറ്റിയിടുമ്പോ ഒക്കെ പുതിയ ഐറ്റം ആകുക തന്നെ. റെസ്പോൺസ് എന്നുള്ള രീതിയിലെ കുക്കിംഗ് വീഡിയോസിനാണോ അതോ ഷിജുക്കുട്ടൻ വീട്ടിലത്തെ പണികൾ ചെയ്യുന്ന പണി? അതെ, ആ വീഡിയോസിനാണോ ഇപ്പൊ കൂടുതൽ? അതെ രണ്ടിനുണ്ട്. എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും. ഷിജുക്കുട്ട ഒരു ഗ്ലാസ് എടുത്തു കൊടുക്ക്. മാമയാക്കത് ഷിജു എടുത്തു കൊടുക്ക്. ഒരു ഗ്ലാസ് എടുത്തു കൊടുക്ക്. ഷിജു എടുത്തു കൊടുക്ക്. സ്ട്രോ ഇട്. അവനത് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ, അവൻ്റെ ഡ്യൂട്ടിയാണത്. ഒരെണ്ണം കഴിഞ്ഞിട്ട് എടുത്തത് ചെയ്യുള്ളൂ. മതി. ട്രൈ ഇട്. എല്ലാം ഇട്. എല്ലാം മണക്കണം.
ഇതാ ഒരു ഗ്ലാസ്. എല്ലാവരും ആ ശരി, കുടിച്ചോളൂ. നല്ല തണുപ്പ് പിടിക്കട്ടെ. എല്ലാത്തിലും ആ മതി. ഷിജു എടുത്ത് കൊടുക്ക്, ഏട്ടനിക്കൊന്ന് കൊടുക്ക്. ആ ഏട്ടന് കൊടുക്ക്. ആ സിജി കുടിച്ചോ. മാമാക്കൊന്താ ശ്രീകുട്ട, മാമാക്കൊന്നതാ. ആ മാമ എടുത്ത് വേണ്ട, മാമ ഇങ്ങനെ എടുത്ത് കുടിക്കാം. ഇതാ സിജു കുടിച്ചോ, മാമാക്ക് വേണ്ട. ഇതാ കുടിക്കേ. എല്ലാവരും കൂടി നമുക്ക് ഇത് കുടിക്കാം. ഷിജുവിന്റെ പ്രിപ്പറേഷനുള്ള മലായി ദൂത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള സ്നേഹത്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഷിജുക്കുട്ടിനെ പോലെയുള്ള ആളുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ഭാഗം ആക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടാണ് എന്നുള്ളതാണ് ഷിജുക്കുട്ടൻ്റെയും കബീർക്കയുടെയും ഫുൾ ഫാമിലിയുടെയും പ്രത്യേകത. വീഡിയോ കാണുന്ന എല്ലാവരും ഷിജുക്കുട്ടൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ്? ഷിജാസ് ഓട്ടിസം എന്നാണ്. യെസ്. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനൊരു പ്രേരക ശക്തിയാവുന്നത്. ഷിജുക്കുട്ടനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസിലേക്ക് മാമ തരാം. അപ്പോൾ താങ്ക് യു.